Voice of Marketing, in touch with positive people. കഴിഞ്ഞ ചാപ്റ്ററിൽ ടീം ലീഡർഷിപ്പിനെ കുറിച്ചും ടീമിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ശരിയാണല്ലോ. ഇന്ന് ടീം, ആ ടീം എങ്ങനെയാണ് അതിന്റെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത്, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആ ടീമിന്റെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിലേക്ക് എങ്ങനെ അതിന്റെ റൈറ്റ് ചെയ്യാനുള്ള ഓരോ ജോലികളും ചെയ്യാനുള്ള ആ വർക്ക് എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മറ്റൊരു വലിയ കാര്യമുണ്ടല്ലേ, ഒരു ഡെലിഗേഷൻ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു അതോറിറ്റിയുടെ സെൻട്രലൈസിങ്ങിൽ നിന്നും അത് ഡീസെൻട്രലൈസ് ചെയ്ത് ഓരോ അതോറിറ്റിക്കും അതിന്റെ റൈറ്റ് കൊടുത്ത് ആ ടീം വർക്കിലൂടെ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുന്ന ഒരു സിസ്റ്റമാണ്. എപ്പോഴും അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ, ജോലി ഏത് തരത്തിലുള്ള ജോലിയായാലും അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. ആ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കാൻ ആ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ടീം സക്സസ് ആവുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ ഓരോ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുമ്പോഴാണ് ആ യാത്ര സുഗമമായിരിക്കുക, അത് സക്സസ് ആവുക, അത് ആ ടീമിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റിയ ആ ഒരു ഗോള് വളരെ പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മല്ലിക ജഗത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അല്ലെ? മുംബൈയില് താജ്മഹൽ ഹോട്ടൽ പാലസിൽ ബാങ്ക്വറ്റ് മാനേജറായിട്ട് ജോലി ചെയ്ത മല്ലിക ജഗത് 60ഓളം ടീം അംഗങ്ങളെ ധൈര്യപൂർവം അവരെ കാത്ത് സേവ് ചെയ്ത ഒരു വളരെ ചെറിയ പ്രായം ഉള്ള ഒരു വ്യക്തി. 10, 24, 25 വയസ്സാണ് മല്ലിക ജഗത്തിന് ഉണ്ടായിരുന്നത്. അവര് ഏറ്റെടുക്കാൻ കാണിച്ച ആ ധൈര്യം, സ്പോണ്ടേനിയസ് ആയിട്ട് സഡൻ ആയിട്ട് ആ നിമിഷം ഭീകരാക്രമണം നടക്കുന്ന മുംബൈക്ക് അടുത്ത് ഈ ഹോട്ടലിൽ, താജ് ഹോട്ടലിൽ നടക്കുമ്പോൾ ആ ഇഷ്യൂ അറിഞ്ഞ് വളരെ സഡൻ ആയിട്ട് തന്നെ അവർ ഡിസിഷൻ മേക്ക് എടുക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു പ്രശ്നം വരുമ്പോ ആ 60ഓളം ജീവനുകൾ അവർ എങ്ങനെയാണ് സേഫ് ആക്കിയത്? വളരെ പെട്ടെന്ന് ആ റൂം ക്ലോസ് ചെയ്തു, ഡോറുകളൊക്കെ കൃത്യമായിട്ട് അടച്ച് അവരോട് വളരെ സൈലന്റ് ആയിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാനോ അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു, അവരോട് തറയിൽ കിടക്കാൻ ആവശ്യപ്പെട്ടു. വളരെയധികം സംയമനത്തോടെ ഇടപഴകി. അങ്ങനെ മല്ലിക ജഗത്ത് പറഞ്ഞപ്പോ അവരത് അനുസരിച്ചു, അവരെ ട്രസ്റ്റ് ചെയ്തു. ആരെ? മല്ലിക ജഗത്തിന് എന്ന ആ കുട്ടിയെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് അത്രയും ആളുകൾ അതുപോലെ തന്നെ ചെയ്തു. അവർക്ക് ആവശ്യമുള്ള വെള്ളം എത്തിച്ചു കൊടുത്ത് ആ ഒരു പ്രോബ്ലം, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ആ പ്രോബ്ലം, ആ ഇഷ്യൂ കഴിയുന്ന വരെ അവർ മല്ലിക ജഗത്ത് പറയുന്നത് പോലെ തന്നെ ചെയ്ത് അവരെല്ലാം അനുസരിച്ചു. അങ്ങനെ 10-60ഓളം ജീവനുകൾ രക്ഷിക്കാൻ മല്ലിക ജഗത്തിന് സാധിച്ചു. എന്തുകൊണ്ടാണത്? ആ സമയം അവർ വളരെ പ്രക്ഷുബ്ധമായി അലറി വിളിച്ച് ഡോറ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് കിടന്ന് ഓടി. എന്താണ്? വെപ്രാളപ്പെട്ടെങ്കിൽ. അപ്പൊ ആ കുട്ടിയുടെ കരുതൽ, അവരുടെ ആ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, ഭീകരരുടെ ഇടയിൽ പെടാതെ വളരെ സേഫായി തന്നെ അത് ഡീൽ ചെയ്യാൻ മല്ലിക ജഗത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് എടുത്ത റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആദ്യം അവർ പ്രക്ഷുബ്ധമായില്ല, അലറി വിളിച്ചില്ല, ഡോർ തുറന്നില്ല. ഈ പ്രശ്നം വന്നപ്പോ അപ്പൊ തന്നെ ഡോറുകളെല്ലാം ക്ലോസ് ചെയ്ത് ലൈറ്റുകളെല്ലാം ഓഫായി അവരോട് നിലത്ത് കിടക്കാൻ പറയും, ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും കൊടുത്ത് വളരെയധികം സൈലന്റ് ആയിട്ട്
ഇങ്ങനെ ഒരു റൂം ഉണ്ടെന്നോ ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ടെന്നോ അവരറിയാതെ അത് ഡീൽ ചെയ്തു. പിറ്റേ ദിവസം മറ്റോ വന്ന് അവരെ വേറെ വഴിയിലൂടെ രക്ഷിച്ചു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. ഇങ്ങനെ ഇത് ഈ മല്ലിക ജഗത്തിന്റെ കാര്യം പറഞ്ഞത്, ഇതുപോലെ നമ്മളൊരു അതോറിറ്റി ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടും വളരെയധികം കാര്യക്ഷമതയോടെ ക്ലാരിറ്റിയോടെ ഏൽപ്പിക്കുന്ന ജോലി, ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്ന ജോലി, ആ റൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പൊ ഇവിടെ ഈ മല്ലിക ജഗത്ത് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഹാളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ആ ഈവന്റിന്റെ സമയത്ത് അവർ ഉണ്ടാകണമെന്നും അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുമായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോൾ അവരെടുത്ത തീരുമാനം, സഡൻ ആയിട്ട് എടുത്ത തീരുമാനങ്ങൾ, അത് ആ 10-60ഓളം ജീവനുകൾ രക്ഷിക്കാൻ ഇടയാക്കി. ചില ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ആ മോമെന്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, മൈൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം. എന്ത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ആത്മധൈര്യം, ആത്മബോധം എനിക്ക് സ്വയം ഉണ്ടെന്ന് അങ്ങനെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുന്നവർ വിശ്വസിക്കുകയും ചെയ്യാം. അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും കൂടി നടക്കുമ്പോഴാണ് ഒരു അതോറിറ്റി, ഡെലിഗേറ്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് കൃത്യമായിട്ട് ആ ജോലി മറ്റുള്ള സബോർഡിനേറ്റേഴ്സിനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്. ശരിയാണല്ലോ. ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഇരുഭാഗങ്ങളിലുമുള്ള വ്യക്തി, ആ അതോറിറ്റി കൊടുക്കുന്ന വ്യക്തി, ആ അതോറിറ്റി ഏറ്റെടുക്കുന്ന വ്യക്തി, ആ അതോറിറ്റി ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് അത് ചെയ്യാനുള്ള വളരെ പെർഫെക്റ്റ് ആയ ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഫ്രീഡം കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ടീം ലീഡർ അതിൽ ഇടപെടാതെ, എപ്പോഴും അതിൽ ഇന്റർഫിയർ ചെയ്യാതെ മാറി നിന്ന് അതിനെ വീക്ഷിക്കാനുള്ള ഒരു മനോഭാവം അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോറിറ്റി ഏറ്റെടുക്കുന്നവർ എന്ത് ചെയ്യണം? ഏൽപ്പിക്കുന്ന ഗോൾ എന്താണ്, അത് വളരെ പെർഫെക്റ്റ് ആയിട്ടും ക്ലാരിറ്റിയോടും ചെയ്യാൻ സാധിക്കണം. അതുപോലെ ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് സക്സസിലേക്കുള്ള യാത്ര തന്നെയാണ്. ഒരു ടീം ലീഡർ തന്റെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് മറ്റുള്ളവർ വളരാൻ അനുവദിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ചെയ്യുന്നത്. അവർ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഓർഗനൈസേഷന് തന്നെയാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ടീം ലീഡർ എപ്പോഴും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ഇത് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാതെ എപ്പോഴും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് സക്സസ്സുകൾ ഉണ്ടാകുന്നത്. വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം എപ്പോഴും നോളജ് എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്, അതിനെ എപ്പോഴും ആവേശത്തോടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് ലൈഫിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അവർ സ്വയം ലേൺ ചെയ്യാനുള്ള ഒരു എംപവർ കൂടി ഈ അതോറിറ്റി കിട്ടുന്ന വ്യക്തികൾക്ക് സ്വന്തമായി ലേൺ ചെയ്യാനുള്ള ഒരു എംപവർ കൂടി അത് സ്വാഭാവികമായി വന്ന് ചേരും. കാരണം അവര് ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ കൂടുതൽ പഠിക്കുകയും കൂടുതൽ നിരീക്ഷിക്കുകയും ചെയ്യേണ്ട ജോലികളെ കുറിച്ച് കൂടുതൽ റെഫറൻസ് എടുക്കുകയും ചെയ്യുമ്പോൾ അവർ ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടി അവിടെ ചെയ്യുന്നുണ്ട്. സബോർഡിനേറ്റ് തന്നെ സ്വയം ലേൺ ചെയ്ത് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചാൽ അത് ആ ടീമിന്റെ മൊത്തത്തിലുള്ള സക്സസിനെയും ടേൺ ഓവറിനെയും പ്രൊഡക്ടിവിറ്റിയെയും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്ത റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ടീം ലീഡർ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ, ഒരു റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അയാൾ ഒരു എംപവർ, ഒരു പവർഫുൾ ആയിട്ട് മാറും. എങ്ങനെയാണെന്നല്ലേ, ഒരു കല്യാണം നടക്കുമ്പോഴേ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ
ആ അതോറിറ്റികൾ അല്ലെങ്കിൽ കല്യാണത്തിന്റെ സദ്യയുടെ കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിലെ ആ പ്രത്യേക കാര്യങ്ങൾ, ആ പ്രോസസ്സ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. വെഹിക്കിളിന്റെ സംവിധാനങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെ ഏൽപ്പിച്ചാൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കിട്ടുന്നത് ഒരു ഓണർഷിപ്പ് കൂടിയാണ്. ശരിയാണ്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ്. ഇത് സക്സസ് ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇത് സക്സസ് ആകും. ആ ഒരു മൈൻഡ് സെറ്റ് ആ ജോലി ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് തോന്നുകയും അത് വളരെ കാര്യക്ഷമമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. ശരിയാണല്ലോ അല്ലേ? നമ്മളൊക്കെ നിത്യജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവരല്ലേ? ശരിയല്ലേ? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്റെ സ്ഥാപനമാണ്, ഇതിന്റെ റൈറ്റ് എന്റെ കയ്യിലാണ്. ഈ ഒരു ഡിവിഷനിൽ ഞാനാണ് ഇതിന്റെ തീരുമാനം എടുക്കുന്ന വ്യക്തി. അത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്ന വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അവരൊരു ഓണർഷിപ്പ്, ഞാനാണ് ഇതിന്റെ ഓണർ, ആ ഒരു ഫീല് വരുമ്പോൾ, അങ്ങനെ കുറച്ച് റൈറ്റുകൾ കിട്ടുമ്പോൾ ആ ഓർഗനൈസേഷൻ സക്സസ് ആകും. യാതൊരു സംശയമില്ല. കാരണം ഇത് എന്റെ സ്ഥാപനമാണ്, ഞാനാണ് ഇതിന്റെ അതോറിറ്റി എന്ന് സ്വയം തോന്നുമ്പോൾ ആ ഒരു ഡിവിഷനിൽ സക്സസ്സുകള്, പ്രൊഡക്ടിവിറ്റി, ടേൺ ഓവർ ആ ഓർഗനൈസേഷനെ സക്സസിലേക്ക് എത്തിക്കും. കാരണം ഇത് എന്റെ ഒരു സ്ഥാപനമാണെന്ന് തോന്നുകയും ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്ന വ്യക്തികൾ ആ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അവിടെ സക്സസ്സുകൾ ഉറപ്പായിട്ടുണ്ടാവും. ആ ഓണർഷിപ്പ് എന്നുള്ള ഫീലിംഗ് ഈ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ കിട്ടുമ്പോൾ അത് ഉറപ്പായിട്ടും ഉണ്ടാകും. അത് സക്സസിലേക്കുള്ള വെളിച്ചം വീശും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് റിയാലിറ്റിയാണ്. ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ അവസാനമായിട്ട് പറയാനുള്ളത്, ഓരോ അതോറിറ്റികളും നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ആ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അതും ചെയ്ത് തീർക്കേണ്ടതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർത്തു. ഈ ഒരു ജോലി ഒരു ടീം ലീഡർ, ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷന് ഉണ്ടാകുന്ന ഫാൾട്ടുകൾ എന്തൊക്കെയാണ്? ഇൻ കേസ് ഒരു ദിവസം എത്തിയില്ല, ഈ വ്യക്തി വന്നില്ലെങ്കിൽ ആ പ്രോസസ്സ്, ബിസിനസ് പ്രോസസ്സ്, മാർക്കറ്റിംഗ് പ്രോസസ്സ്, ഓപ്പറേഷൻ പ്രോസസ്സ്, ഫിനാൻസ് പ്രോസസ്സ് എല്ലാം ബ്ലോക്ക് ആയി മാറും. ശരിയാണല്ലോ? അപ്പൊ അതുകൊണ്ട് ഒരു ഓർഗനൈസേഷന്റെ സക്സസ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന്, ടേൺ ഓവർ കൂട്ടുന്നതിന്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആഫ്റ്റർ സർവീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ കൂട്ടുന്നതിന് അതോറിറ്റികൾ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് അവരെ കൊണ്ട് വളരെ പവർഫുൾ ആയിട്ട് ഈ ജോലികൾ ചെയ്യിപ്പിച്ചാൽ ആ ഓർഗനൈസേഷൻ, ആ ബിസിനസ് സ്ഥാപനം, ആ റീറ്റെയിൽ ഷോപ്പ്, ആ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ്, ഏത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും അത് സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല, സംശയമില്ലാത്ത റിയാലിറ്റിയാണ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.